നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെ മറ്റൊരു ആം ആദ്മി കോട്ട കൂടി തകർന്നു വീഴുകയാണ്. ദേശീയ തലസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ സ്ഥാനം ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ് ബി. എതിരാളികൾക്ക് കണക്ക് കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നും പറയുകയാണ്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൗൺസിലർമാരെ തങ്ങളുടെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നതിൽ ബി ഇപ്പോൾ ഗിയർ മാറ്റി. കാവി പാർട്ടി കൗൺസിലർമാരുടെ എണ്ണം 115ആയി. ഏപ്രിലിന് മുൻപ് കൂടുതൽ കൂറുമാറ്റങ്ങൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ഡൽഹി ബി വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. കൗൺസിലർമാർ ആം ആദ്മി നേതൃത്വത്തോട് അസ്വസ്ഥരാണെന്നും പാർട്ടി വിടാൻ തയ്യാറാണെന്നും അവർ അവകാശപ്പെടുകയാണ്. 250 അംഗങ്ങളുള്ള ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. എന്നിരുന്നാലും ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള 10 എംപിമാർക്കും സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത 14 MLA-മാർക്കും മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. ഇതോടെ ആകെ വോട്ടുകളുടെ എണ്ണം 274ആയി. 2022-ൽ MCDയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ AAP 134 വാർഡുകൾ നേടി. BJPയുടെ 104 വാർഡുകളും കോൺഗ്രസിന്റേത് 9 വാർഡുകളും നേടി. നിലവിൽ അവരിൽ 11 പേർ MLA-ആയും ഒരാൾ MP ആയും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 12 ഒഴിവുകളുണ്ട്. കൂറുമാറ്റത്തെ തുടർന്ന് BJPയുടെ എണ്ണം 115ആയി ഉയർന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എണ്ണം 115ആയും കോൺഗ്രസിന്റെ എണ്ണം 8ആയും കുറഞ്ഞു. നിയമസഭാ ഫലങ്ങൾ ചലനാത്മകതയെ മാറ്റിമറിച്ചതോടെ BJPക്ക് ഇപ്പോൾ 132 വോട്ടുകളും APക്ക് 122 വോട്ടുകളുമുണ്ട്. 132 BJP വോട്ടുകൾ 115 കൗൺസിലർമാരിൽ നിന്നും 7 ലോക്സഭാ MPമാരിൽ നിന്നും 10 MLA-മാരിൽ നിന്നുമാണ് ലഭിച്ചത്. AP വോട്ടുകളിൽ 3 രാജ്യസഭാ MPമാരും 4 MLA-മാരും ഉൾപ്പെടുന്നു. നിലവിൽ MCDയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 13 MLA-മാർ AAPയിൽ നിന്നുമുള്ളവരും ഒരാൾ മാത്രമാണ് BJPയിൽ നിന്നും ഉള്ളത്. കഴിഞ്ഞ 3 മേയർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുകൊടുത്ത കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതായാലും ഏപ്രിൽ ആ സ്ഥാനം നേടുക ബുദ്ധിമുട്ടായിരിക്കും. 5 വർഷത്തെ കാലാവധിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരിൽ നിന്നുമാണ് ഡൽഹിയിൽ എല്ലാ ഏപ്രിലും മേയറെ ഡെപ്യൂട്ടി മേയറെയും തെരഞ്ഞെടുക്കുന്നത്. 2022 തെരഞ്ഞെടുപ്പ് ഡിസംബറിലാണ് നടന്നത്. എന്നാൽ 3 കോർപ്പറേഷനുകളെ ലയിപ്പിച്ച് ഒന്നാക്കാൻ സർക്കാർ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ആ വർഷം ഏപ്രിലിൽ കാലാവധി അവസാനിച്ചു. നിയമപ്രകാരം ഡൽഹിയിലെ മേയറുടെ കാലാവധി 1 വർഷമാണ്. ACDയിൽ എല്ലാ വർഷവും ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യ വർഷം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. 3 കോർപ്പറേഷനുകളെ ലയിപ്പിച്ച് ഒന്നാക്കാൻ സർക്കാർ ആഗ്രഹിച്ചതിനാൽ ആ വർഷം ഏപ്രിലിൽ കാലാവധി അവസാനിച്ചിരുന്നു. നിയമപ്രകാരം ഡൽഹിയിലെ മേയറുടെ കാലാവധി 1 വർഷമാണ്. MCDയിൽ എല്ലാ വർഷവും ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യ വർഷം സ്ത്രീക്ക് സംവരണം ചെയ്തിരിക്കുന്നു. 3-ാം വർഷം ഒരു ദളിതിന് വേണ്ടിയും 2-ാം, 4-ാം, 5-ാം വർഷം സംവരണം ഇല്ലാത്തതുമാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AAPയും BJPയും ശക്തമായ പോരാട്ടം നടത്തിയതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ AAP വിജയം നേടി. പോൾ ചെയ്ത 265 വോട്ടുകളിൽ 130 എണ്ണം AAPയുടെ മഹേഷ് ഘിച്ചി നേടി. അദ്ദേഹത്തിന്റെ BJP എതിരാളി കിഷൻ ലാലിന് 130 വോട്ടുകൾ ലഭിച്ചു. 2 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. 8 AAP കൗൺസിലർമാർ ക്രോസ് വോട്ട് ചെയ്തതായും 2 വോട്ടുകൾ ഒരു BJP കൗൺസിലറും ഒരു AAP കൗൺസിലറും അസാധുവായി പ്രഖ്യാപിച്ചതായിട്ടും BJP നേതാക്കൾ അവകാശപ്പെടുന്നു.